കുബൂസോ റൊട്ടിയോ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഫ്താറിന് വേണ്ടി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഷവർമ റോളാണ് കേട്ടോ. കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യേണ്ട, അതേപോലെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുകയും വേണ്ട. അപ്പോൾ പത്തിരിയോ അപ്പവും ഇടിയപ്പവും ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഷവർമ ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ക്യാബേജ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കവും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, നമ്മുടെ സൗകര്യം പോലെ ഏത് രീതിയിലും വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 കിലോ വീതം വരുന്ന ചിക്കന് ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കി മഞ്ഞപ്പൊടി ഉപ്പും പുരട്ടി ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത ചിക്കൻ നോക്കി എടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ ഫില്ലിങ്സ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചവയ്ക്കാതെ തന്നെ എല്ലാം ഉള്ളിൽ പോകാനും അത് അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് ഡിഷിനായാലും നമ്മൾ ഈ ചിക്കൻ ഫില്ലിങ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഏത് ഡിഷിനായാലും എലിയില്ലാത്ത ചിക്കൻ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ചെറിയ ചിക്കൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, അതേപോലെ എലിയില്ലാത്ത ചിക്കൻ ആയതുകൊണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്തത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം നമുക്കിത് തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റുന്നിടം വരെ ഒന്ന്, അതായത് ലോ ഫ്ലെയിമല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും അതേപോലെ ക്യാബേജും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി, അതായത് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, അതിനാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാബേജൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ പച്ചക്കറികളൊന്നും വെന്ത് പോകരുത്, ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടണം. അപ്പോൾ ഞാൻ ഒരു മിനിറ്റൊക്കെ 1-2 മിനിറ്റൊക്കെ ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത് ആ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി വെക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അവസാനമായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ഒരു ടേസ്റ്റുമാണ് നമ്മുടെ ഈ ഫില്ലിങ്സിന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം ഈ ഫില്ലിംഗ് ആണ്. ഇത് നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഷവർമ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാക്കി മാറ്റണം. അപ്പം നമ്മൾ കുബൂസ് ഉണ്ടാക്കേണ്ട, അതേപോലെ റൊട്ടി പരത്തേണ്ട. അപ്പം നമുക്ക് ഇഫ്താറിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. നമുക്ക് പാൻ കേക്കിനൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഒരുപാട് അങ്ങ് തിക്കാകാതെ, അതേപോലെ ഒത്തിരി അങ്ങ് ലൂസാവാത്ത രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അവിടെ ഈ ഒരു പരുവത്തിൽ അതിനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ പാനിൽ ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പം പാനിൽ ഒരിക്കലും എണ്ണ തൂക്കരുത് കേട്ടോ. എണ്ണ തൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നൈസായിട്ട് പരത്തിയെടുക്കാൻ ഒക്കത്തില്ല. ഓരോരുത്തടുത്ത് കട്ട പിടിച്ച് പോകും. ഒന്നാമത് തവ നന്നായിട്ട് ചൂടായി കിടക്കുവാണ്. അതിൻ്റെ കൂടെ എണ്ണയും കൂടെ തൂക്കുമ്പോൾ നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് അങ്ങ് കട്ട പിടിച്ച് കൂടും. അതുകൊണ്ട് ഒരിക്കലും എണ്ണ തൂക്കാതെ ഇതേപോലെ നൈസായിട്ട് പരത്തിയെടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അതിനെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മൊരിയണ്ട, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞത് ചെറിയൊരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അടുത്തത് ഞാൻ ഇതേപോലെ ചുടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ ചുട്ട് മാറ്റി വെച്ച ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ചുട്ടെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം ഒരുപാട് വെച്ച് കൊടുക്കേണ്ട, ആവശ്യത്തിന് കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പം വെള്ളി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസ് ഇല്ലെങ്കിൽ നമുക്ക് ഷവർമ ഇതിനൊരു ടേസ്റ്റ് കാണത്തില്ലല്ലോ. ഇത് ഹോം മെയ്ഡ് മയണൈസ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മുട്ട എണ്ണയൊന്നും ഇല്ലാതെ, അതേപോലെ ഗ്രീൻ ചില്ലിയും ഗാർലിക്കൊക്കെ ചേർത്ത് തയ്യാറാക്കിയ നല്ല ടേസ്റ്റുള്ള ഒരു മയണൈസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഇനി അടുത്തതും ഇതേപോലെ ഫില്ലിങ് വെച്ച് മയണൈസൊക്കെ ചേർത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തോ അല്ലെങ്കിൽ റോളാക്കിയോ എടുക്കാം. അപ്പോൾ എനിക്ക് സൗകര്യം ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് റോളാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഷവർമ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു ഇഫ്താർ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്താം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്